മെസ്സി ഇതിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് ഗോൾഡൻ ബോൾ അർഹിച്ചിരുന്നില്ലേ? റോഡ്രിക്ക് ആണോ അത് അർഹിച്ചത്? മെസ്സി ആയിരുന്നില്ലേ അർഹിച്ചത്? ഈ ഫൈനൽ പ്രിവ്യൂസിനൊക്കെ മുമ്പ് അതുവരെ ഉണ്ടായിരുന്ന പവർ റാങ്കിങ്ങിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് കൊണ്ട് അത് ലൂസേഴ്സ് ഫൈനലിലാണ് എംബാപ്പയ്ക്ക് ഗോൾഡൻ ബൂട്ടിലേക്ക് പോയത്. 2 ഗോൾ സ്കോർ ചെയ്തു, ഒരു അസിസ്റ്റും അതിലുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ 8 ഗോൾ, എല്ലാ കളിയും ഞാൻ പറഞ്ഞില്ല, വളരെ ഇമ്പാക്റ്റ് അർജൻറ്റീനയുടെ വിജയത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ പ്ലെയറാണ് മെസ്സി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ കരുതിയിരുന്നത് ഫൈനലിൽ ഒരു അസിസ്റ്റോ എന്തെങ്കിലും ഒരു രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇനി തോറ്റിരുന്നെങ്കിൽ പോലും മെസ്സിക്ക് അവിടെ ഒരു ഗോൾഡൻ ബോളിനുള്ള സാധ്യത ഉണ്ടായിരുന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് മെസ്സിക്ക് കൊടുക്കാതിരുന്നത് ഇന്നലെ മെസ്സി ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഒന്നും നമുക്ക് മെസ്സിയെ എന്ന് പറയാവുന്ന ഒരു നീക്കം പോലും, മെസ്സിയുടെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമുക്ക് കഴിയാവുന്ന ഒരു നീക്കം പോലും മെസ്സിയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതായിരിക്കും സ്വാഭാവികമായിട്ടും അത് നമ്മുടെ റോഡ്രിയിലേക്ക് പോയത് എന്നുള്ളതാണ്. ഇതിൽ എനിക്ക് 2 കാര്യങ്ങൾ ചേർത്ത് പറയാനുണ്ട്. 98 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ റൊണാൾഡോ ചിത്രത്തിലുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അപസ്മാരവാദ പ്രശ്നങ്ങളൊക്കെ കാണുന്നു. എന്നിട്ടും അത്തവണ ഗോൾഡൻ ബോൾ അദ്ദേഹത്തിനാണ് കൊടുത്തത്. വേണമെങ്കിൽ മെസ്സിക്ക് അങ്ങനെ കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഒരു ബിലോ ആവറേജ് ടീമായ അർജൻറ്റീനയെ ഫൈനലിലേക്ക് എത്തിച്ചത് മെസ്സി മാത്രമാണ്. റോഡ്രി നന്നായി കളിച്ചിട്ടില്ല എന്നല്ല, പക്ഷേ ടീമും നന്നായി കളിച്ച, കൂട്ടത്തിൽ നന്നായി കളിച്ചു. കളക്റ്റീവ് എഫർട്ടാണ് സ്പെയിനെ സംബന്ധിച്ച് പറയാറ്. അല്ലാതെ റോഡ്രിയുടെ മാത്രം ഒരു കപ്പാസിറ്റി കൊണ്ട് അവർ എത്തി എന്നല്ല. പക്ഷേ മെസ്സിയുടെ മാത്രം കപ്പാസിറ്റി കൊണ്ട് മാത്രമാണ് ടീം ഫൈനലിൽ എത്തിയത്. മറ്റൊരു കാര്യം, റോഡ്രി കഴിഞ്ഞ 2024 യൂറോ കപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആയിരുന്നു. അന്നും ഇതേപോലെയുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നതാണ്. അന്നത് ലമീൻ യമാലിനാണ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടിരുന്നതെന്നാണ് പലരും വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ അവരുടെ മധ്യനിരയിൽ മറ്റ് ചില താരങ്ങൾ മികച്ച പ്രകടനം നടത്തിയ വേറെ താരങ്ങളുണ്ടായിരുന്നു, അവർക്ക് കൊടുക്കേണ്ടതാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. ലമീൻ യമാലിന് പക്ഷേ മികച്ച യുവതാരത്തിനുള്ള അവാർഡ് കൊടുക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ആ ഒരു വരവോടുകൂടി റോഡ്രി അതിനുശേഷം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, റോഡ്രിക്ക് ബാലൻ ഡി ഓർ കിട്ടുകയാണ്. വിനി ജൂനിയർക്ക് എല്ലാവരും കിട്ടുന്ന കരുതിയ ബാലൻ ഡി ഓർ റോഡ്രി കിട്ടുകയാണ്. വീണ്ടും റോഡ്രി അത്തരത്തിൽ ബാലൻ ഡി ഓറിലേക്ക് പോകുമെന്നാണ് ഇനി നമ്മൾ നോക്കി കാണേണ്ടത്.